മത്തായി സുവിശേഷം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. ദാവീദിൻ്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. ലോകത്തിൽ ഏറെ പ്രസിദ്ധമാകുകയും ലോകത്തെ സ്വാധീനിക്കുകയും ചെയ്ത ഒരുപാട് ക്രിസ്മസ് ഗാനങ്ങളുണ്ട്. എന്നാൽ അതിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ഗാനമാണ് മൈക്കിൾ കാർഡ് എന്നൊരു എഴുത്തുകാരൻ രചിച്ച ക്രിസ്മസ് ഗാനം. മൈക്കിൾ കാർഡ് അദ്ദേഹം എഴുതിയ ക്രിസ്മസ് ഗാനത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്ന പേര് യോസേഫിൻ്റെ പാട്ട് എന്നാണ്. യോസേഫിൻ്റെ പാട്ട്. ആ പാട്ടിൻ്റെ ഏതാനും ചില വരികൾ ആമുഖമായി പങ്കിട്ട് വചനചിന്തകളിലേക്ക് പ്രവേശിക്കട്ടെ. യോസേഫിൻ്റെ പാട്ട്. ഈ പൈതൽ എൻ്റെ കൈകളിൽ ഇത്രമേൽ ശാന്തനായി ഉറങ്ങുന്ന ഉണ്ണി, ഇവൻ എങ്ങനെ സംഭവിച്ചു? മാലാഖ പറഞ്ഞു ദൈവപുത്രനെന്ന്. അതെങ്ങനെ സാധ്യമാകും? ഉടയവനെ, എനിക്കറിയാം അവൻ എൻ്റേതല്ല, എൻ്റെ മാംസവും അസ്ഥിയുമല്ല. എങ്കിലും പിതാവേ, അവൻ എൻ്റെ സ്നേഹത്തിൻ്റെ സന്താനമാകാൻ അനുവദിക്കുക. യോസേഫ് ഇനി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: പിതാവേ, അങ്ങയുടെ ഈ പദ്ധതിയിൽ എൻ്റെ പങ്ക് എന്തെന്ന് പറഞ്ഞു തരിക. എങ്ങനെ മനുഷ്യന് ദൈവപുത്രൻ്റെ പിതാവാകുവാൻ കഴിയും? കർത്താവേ, ഞാൻ വെറുമൊരു ആശാരിയല്ലോ. എനിക്കെങ്ങനെ ഒരു രാജാവിനെ വളർത്തിയെടുക്കാൻ കഴിയും? എങ്ങനെ മനുഷ്യന് ദൈവപുത്രൻ്റെ പിതാവാകുവാൻ കഴിയും? കർത്താവേ, ഞാൻ വെറുമൊരു ആശാരിയല്ലോ. ജോസഫ് ദ കാർപ്പൻ്റർ യേശുവിൻ്റെ ജീവിതത്തിനും സ്വഭാവ രൂപീകരണത്തിനും വളരെ സുപ്രധാനമായ സ്വാധീനം ഉണ്ടായിരുന്ന വ്യക്തിത്വമാണ് വളർത്തച്ഛനായ യോസേഫിൻ്റേത്. എന്നാൽ യോസേഫിനെ ഒരു നിശബ്ദ കഥാപാത്രമായി കരുതി നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയതിനാൽ യോസേഫിനെ അർഹമാം വിധം നിരീക്ഷിക്കുകയോ മനസ്സിലാക്കുകയോ നാം ചെയ്തിട്ടില്ല. യോസേഫിനുണ്ടായ അരുളപ്പാടാണ് ഈ ദിവസത്തിൻ്റെ ചിന്താവിഷയം. യോസേഫിൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുകയും യോസേഫിൻ്റെ ജീവിതത്തിൽ നിന്ന് ഉയർന്ന സന്ദേശമായി മാറുകയും ചെയ്ത 3 കാര്യങ്ങൾ വളരെ ചുരുക്കമായി പങ്കിടട്ടെ. 1, യോസേഫ് സ്വപ്നത്തിൻ്റെ സഞ്ചാരപഥം സ്വീകരിച്ച വ്യക്തിത്വമാണ്. ദ പാത്ത് ഓഫ് ഡ്രീം. സ്വപ്നങ്ങളുടെ തോഴനാണ് യോസേഫ്. സ്വപ്നത്തിൻ്റെ സഹയാത്രികൻ, സ്വപ്നത്തിൻ്റെ സഞ്ചാരി. മത്തായി സുവിശേഷം 1-ാം അധ്യായം 20-ാമത്തെ വചനം, മത്തായി സുവിശേഷം 2-ാം അധ്യായം 13-ാമത്തെ വചനം, മത്തായി സുവിശേഷം 2-ാം അധ്യായം 19-20 വചനങ്ങൾ, മത്തായി സുവിശേഷം 2-ാം അധ്യായം 22-ാമത്തെ വചനം. ഈ 4 സ്ഥലങ്ങളിലും യോസേഫ് കണ്ട 4 സ്വപ്നങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോസേഫ് കണ്ട സ്വപ്നത്തിൻ്റെ സഞ്ചാരപഥം, ആ സ്വപ്നം കൊണ്ട് യോസേഫിൻ്റെ ജീവിതത്തിലുണ്ടായ ഗതിമാറ്റം, ആ സ്വപ്നത്തിലൂടെ യോസേഫ് കണ്ടെത്തിയ അതിജീവനത്തിൻ്റെ സാധ്യത, ഈ കാര്യങ്ങളാണ് മത്തായി സുവിശേഷകൻ വളരെ വ്യക്തതയോടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഴയ നിയമത്തിലും ഒരു യോസേഫുണ്ട്, നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യോസേഫും സ്വപ്നങ്ങളുടെ സന്തത സഹചാരിയാണ്. പുതിയ നിയമത്തിലെ യോസേഫും സ്വപ്നങ്ങളുടെ സുഹൃത്താണ്. രണ്ടുപേരുടെയും ജീവിതത്തിൻ്റെ ഗതിയെ നിർണയിക്കുന്നതും നിയന്ത്രിക്കുന്നതും നിർവഹിക്കുന്നതും സ്വപ്നങ്ങളാണ്. എന്താണ് സ്വപ്നം? സ്വപ്നത്തെ 2 തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. 1, ഉറക്കത്തിൽ കാണുന്ന മായക്കാഴ്ചയെ നമുക്ക് സ്വപ്നം എന്ന് വിളിക്കാം. 2, ഉണർവിൽ സ്വരൂകൂട്ടുന്ന ജീവിതാഭിലാഷത്തെയും സ്വപ്നം എന്ന് വിളിക്കാം. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നവുമുണ്ട്, ഉണർവിൽ ഉയരുന്ന സ്വപ്നവുമുണ്ട്. യോസേഫ് മറിയയെ സ്വീകരിക്കുന്നതും ഹേരോദാവിൻ്റെ ശിശുഹത്യയെപ്പറ്റി അറിവ് ലഭിക്കുന്നതും ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നതും 2 ആണ്ട് കഴിഞ്ഞ് നസ്രത്തിലേക്ക് മടങ്ങിച്ചെല്ലുന്നതുമെല്ലാം യോസേഫ് കണ്ട സ്വപ്നങ്ങളിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്. സ്വപ്നമായിരുന്നു യോസേഫിനെ നയിച്ചത്. ചുറ്റിലും ഉയരുന്ന രൂക്ഷമായ പ്രതിസന്ധികളുടെ മധ്യേയും ദൈവത്തിൻ്റെ ഇടപെടലും ദൈവത്തിൻ്റെ പദ്ധതികളും
ഇവിടെ സ്വപ്നത്തിലൂടെ വെളിപ്പെടുകയാണ്. മറിയയെ സ്വീകരിച്ചാൽ തനിക്കെന്ത് ഭവിക്കും എന്നാണ് സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കുക. പക്ഷേ യോസേഫിൽ ഉയർന്നത് ആകുല ചിന്തയാണ്. യോസേഫിൽ ഉയർന്ന ചിന്ത മറിയയെ ഉപേക്ഷിച്ചാൽ അവൾക്കെന്ത് സംഭവിക്കും എന്നാണ്. ഈ പശ്ചാത്തലത്തിൽ യോസേഫിൻ്റെ സ്വപ്നത്തെ ദൈവിക സ്വപ്നമായി യോസേഫ് ഏറ്റെടുക്കുകയാണ്. യോസേഫിൻ്റെ സ്വപ്നം ദൈവിക സ്വപ്നമാകുമ്പോൾ ആ സ്വപ്നത്തിൽ വിധേയപ്പെട്ട് മറിയയെ നെഞ്ചോട് ചേർക്കുകയാണ്. സ്വപ്നത്തിൻ്റെ സഞ്ചാരിയായ യോസേഫ് അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണവും ജീവിതഗതിയും തന്നെ മാറുകയാണ് സ്വപ്നത്തിലൂടെ. യോസേഫ് കണ്ട സ്വപ്നത്തിലൂടെ യോസേഫിൻ്റെ ജീവിതഗതി മാത്രമല്ല മാറിയത്, ഈ ലോകത്തിൻ്റെ ചരിത്രവും മാറുകയാണ്. സ്വപ്നത്തിന് അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. 3 വിദ്വാൻമാർ ഉണ്ണിയേശുവിനെ കണ്ട് വണങ്ങിയതിനു ശേഷം വേറെ വഴിയായി മടങ്ങിയത് സ്വപ്നത്തിൽ ലഭിച്ച അരുളപ്പാടിൻ്റെ ഫലമാണ്. എന്താണ് ദൈവിക സ്വപ്നങ്ങൾ? ദൈവിക സ്വപ്നങ്ങൾ എന്നാൽ പഴയ വഴിയിലൂടെ നടക്കാൻ നമുക്ക് അനുവാദമില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ്. ദൈവിക സ്വപ്നങ്ങൾ വഴിമാറി നടക്കാനും പുതിയ വഴിത്താര തുറക്കാനും നമ്മെ നിർബന്ധിക്കുന്ന ദൈവാനുഭവങ്ങളാണ്. ദൈവിക സ്വപ്നങ്ങൾ വെളിപ്പെടുമ്പോൾ ഇനി പഴയ വഴി നമുക്ക് യോഗ്യമല്ല. APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ സദാ നമ്മുടെ ഓർമ്മയിലുണ്ട്. ഉറക്കത്തിൽ കാണുന്നതല്ല, ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം. സ്വപ്നം ഗതി തിരിച്ചുവിട്ട ഒരുപാട് വ്യക്തിത്വങ്ങൾ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മളെല്ലാവരും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഗൂഗിൾ, ലാറി പേജ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കെയാണ് ഗൂഗിൾ കണ്ടുപിടിച്ചത്. ഏലിയാസ് ഹോവേ 1845 തയ്യൽ മെഷീൻ്റെ സൂചിമുന തിരിച്ചറിഞ്ഞത്. ആൽബർട്ട് ഐൻസ്റ്റീൻ ആപേക്ഷിക സിദ്ധാന്തം രൂപപ്പെടുത്തിയത്. ഇങ്ങനെ ചരിത്രത്തിൽ ഇത്തരം ആളുകൾ കണ്ട സ്വപ്നമാണ് ഈ ലോകത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചത്. സ്വപ്നങ്ങളുടെ സഹയാത്രികനായ യോസേഫ് തൻ്റെ ജീവിതത്തിൻ്റെ ഗതി മാത്രമല്ല, ഈ ലോകത്തിൻ്റെ രക്ഷാചരിത്രത്തിലും നിർണായകമായ പങ്ക് നിർവഹിച്ചു. 2, യോസേഫിൻ്റെ മറ്റൊരു പ്രത്യേകത, മൗനത്തിൻ്റെ മനോഹരത്വം തെളിയിച്ച വ്യക്തിയാണ് യോസേഫ്. ദ ബ്യൂട്ടി ഓഫ് സൈലൻസ്. യോസേഫിൻ്റെ ജീവിതം ഗൗരവമായി രേഖപ്പെടുത്തിയത് 2 സുവിശേഷകന്മാരാണ്. ഒന്ന് മത്തായി, മറ്റൊരാൾ ലൂക്കോസ്. ഈ 2 സുവിശേഷകന്മാരാണ് യോസേഫിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ 2 സുവിശേഷകന്മാരും യോസേഫ് എന്തെങ്കിലും ഉരിയാടിയതായി രേഖപ്പെടുത്തുന്നില്ല. മൗനത്തിൻ്റെ മനോഹരത്വം വാനോളം വിളംബരം ചെയ്ത നിശബ്ദ വ്യക്തിത്വമാണ് യോസേഫ്. യോസേഫിന് രാത്രി ഉറക്കം എന്നത് ജീവിത സമരങ്ങളുടെയും ജീവിത സമസ്യകളുടെയും ഉത്തരം ആരായാനുള്ള അവസരമായിരുന്നു. വാക്കുകളും ഭാഷണങ്ങളും ശബ്ദവുമില്ലാത്ത മൗനത്തെ വ്രതമാക്കിയ യോസേഫ്, വാക്കുകളോട് സ്വാഭാവികമായി വിമുഖത കാട്ടിയ യോസേഫ് ദൈവിക ദർശനത്തിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്, ദൈവത്തിൻ്റെ നിയോഗം എന്താണ് എന്ന് സദാ തേടുകയും കർമ്മനിരതനാവുകയും ചെയ്തു എന്നതാണ് ചരിത്രം. വാസ്തവത്തിൽ ഇതൊരു സാധാരണ കാര്യമല്ല, ഒരു സാധാരണക്കാരെ കൊണ്ട് കഴിയുന്നതുമല്ല. നമ്മുടെ പ്രസംഗവും ഉപദേശവും നിർദ്ദേശവും സാക്ഷ്യവും പരാതിയും പ്രതിഷേധവും ഈ കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ നമ്മുടെ വാക്കുകളെ വല്ലാതെ ദുർവ്യയം ചെയ്യുകയും വാക്കുകളെ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന കാലത്ത് നമ്മുടെ മുൻപിൽ വരുന്ന ആളുകൾ, നമ്മൾ ഇടപെടുന്ന ആളുകളുമായി അവരെ വ്യസനിപ്പിക്കാനും നിരുത്സാഹപ്പെടുത്താനും നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ദൈവത്തെ അറിഞ്ഞും അനുഭവിച്ചും ഏകാഗ്രതയോടെ കർമ്മനിരതനായി ലോകത്തിൻ്റെ രക്ഷകന് കളമൊരുക്കാൻ ധീരത കാട്ടിയ ആളാണ് യോസേഫ്. മൗനത്തിൻ്റെ മനോഹരത്വം പ്രകടമാക്കുകയാണ്. നമ്മുടെ കാലവും ലോകവുമൊക്കെ ശബ്ദമുഖരിതമാണ്. നവമാധ്യമങ്ങൾ നമ്മുടെ വിശ്രമ സമയം ഉൾപ്പെടെ കവർന്നെടുക്കുന്നു. ഒന്നും സംസാരിക്കാതെ ഇരുന്ന് ഒരു മനുഷ്യൻ മൗനം എന്ന മാതൃകാഭാവം പങ്കിട്ട് മൗനത്തിൻ്റെ മുഴക്കവും മനോഹരതയും സ്വീകാര്യതയും മനോശാന്തിയും വെളിപ്പെടുത്തുകയാണ് യോസേഫ്. ഇങ്ങനെ നിശബ്ദമായി സേവനം ചെയ്യുന്ന വ്യക്തികളിലൂടെയാണ് ലോകത്തിൻ്റെ രക്ഷാചരിത്രം പിറന്നത്. നമ്മളൊക്കെ കഴിവും സ്വാധീനവും നേതൃത്വപാഠവും കൊണ്ട് സുപ്രധാനമായ സ്ഥാനങ്ങൾ കൈയാളുകയും ഒരുപാട് ശബ്ദമുയർത്തുകയും ഒക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ അറിയപ്പെടാത്ത നിശബ്ദരായ സാധാരണക്കാരിലൂടെയാണ് ദൈവത്തിൻ്റെ പദ്ധതി നിലവിൽ വരിക. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. രാജ്യത്തിന് അന്നമൂട്ടുന്ന കർഷകർ, അവർ നിശബ്ദരാണ്. അടുക്കളയുടെ അഗ്നിയിൽ
ജീവിതം സമർപ്പിക്കുന്ന അമ്മമാർ, നിശബ്ദമായി രോഗി പരിചരണം ചെയ്യുന്ന നഴ്സുമാർ, പകലന്തിയോളം പണിയെടുക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇങ്ങനെ എത്രയോ പേർ നിശബ്ദമായി മൗനം കൊണ്ട് ജീവിതത്തെ മനോഹരമാക്കുന്നവർ. ഇത്തരം ആളുകളിലൂടെയാണ് ക്രിസ്തു പിറക്കുക എന്നത് യോസേഫ് നൽകുന്ന പാഠമാണ്. ഒരു സന്യാസിയെ പറ്റിയുള്ള ഒരു നിരീക്ഷണമുണ്ട്. സന്യാസി കുളിച്ചു കയറി, പുഴ അറിഞ്ഞില്ല. സന്യാസി നടന്നുപോയി, പുല്ല് അറിഞ്ഞില്ല. സാന്നിധ്യം ആഘോഷമാക്കാത്തവർ, ഒട്ടും കുരവയും കൊണ്ടു നടക്കാത്തവർ, അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയരാകുന്നവർ, ഇങ്ങനെയുള്ളവരിലൂടെയാണ് ക്രിസ്തുവിൻ്റെ പിറവി സംഭവിക്കുക. യോസേഫ് ശ്രദ്ധേയനാകുന്നത് ശബ്ദം കൊണ്ടല്ല, മൗനം കൊണ്ടാണ്. ഫ്രാൻസിസ് അസീസി പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്: പ്രീച്ച് ഗോസ്പൽ ആൾവേസ്, യൂസ് വേർഡ്സ് ഇഫ് ഇറ്റ് ഈസ് നെസസറി. പ്രീച്ച് ഗോസ്പൽ ആൾവേസ്, യൂസ് വേർഡ്സ് ഇഫ് ഇറ്റ് ഈസ് നെസസറി. എപ്പോഴും സുവിശേഷം ഘോഷിക്കുക, ജീവിതം തന്നെ സുവിശേഷമാക്കുക. വാക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. 3, യോസേഫിലൂടെ കൈവരുന്ന മൂന്നാമത്തെ പാഠം, ആദരവിൻ്റെ ആത്മീയത പുലർത്തിയ വ്യക്തിത്വമാണ് യോസേഫ്. ഒരു അപമാനത്തിൻ്റെ സാഹചര്യമാണ്. വിവാഹത്തിന് മുൻപ് ഗർഭിണിയായ ഭാര്യ, വിവാഹത്തിന് മുൻപ് അപഹസിക്കപ്പെടാൻ സാധ്യത ഉണ്ടായിരിക്കുന്ന സാഹചര്യം. പക്ഷേ ആ സാഹചര്യത്തെ ആദരവിൻ്റെ ആത്മീയം വെളിപ്പെടുത്തുകയാണ്. ദ സ്പിരിച്വാലിറ്റി ഓഫ് റെസ്പെക്ട്. ഇന്ന് പാഠമായി വായിച്ച മത്തായി സുവിശേഷം 1-ാം അധ്യായം 19-ാമത്തെ വചനം. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായിക്കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു. മറിയ സമൂഹത്തിൽ അപമാനിതയാകരുത് എന്നത് യോസേഫ് ഉറപ്പിക്കുകയാണ്. വിവാഹത്തിൽ നിന്ന് പരസ്യമായി പിന്മാറിയാനുള്ള ഭവിഷ്യത്ത് ഭയങ്കരവും ഭയാനകവുമാണ്. വിവാഹേതര ഗർഭം ധരിച്ച മറിയ യഹൂദ നിയമപ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളാണ്. മറിയ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടാൽ മറിയയുടെ ഉദരത്തിൽ ഉരുവായിരിക്കുന്ന ഗർഭസ്ഥ ശിശുവും കൊല്ലപ്പെടും. 2 കുരുതികൾക്ക് കാരണമാകും. മറിയെ രഹസ്യമായി ഉപേക്ഷിക്കാൻ യോസേഫ് തീരുമാനിച്ചത് കാരണം ഇതാണ്. എന്നാൽ ദൈവത്തിൻ്റെ സ്വപ്നം യോസേഫിൽ വെളിപ്പെടുമ്പോൾ ആ സ്വപ്നത്തിലൂടെ ലഭിച്ച ദൈവകൃപ, ദൈവത്തിൻ്റെ കൽപ്പന, മറിയെ ആദരവോടെ സ്വീകരിക്കാൻ യോസേഫ് തയ്യാറാകുന്നു. 25-ാമത്തെ വാക്യം, മത്തായി സുവിശേഷം 1-ാം അധ്യായം 25-ാമത്തെ വാക്യം. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു. പ്രസവിക്കും വരെ ശാരീരിക ബന്ധം പുലർത്തിയില്ല. യോസേഫിൻ്റെ ആത്മീകമായ കരുത്തും പക്വതയും പ്രകടമാക്കുന്ന വാക്കാണ് ഈ 25-ാം വചനം. ശരീരത്തിൻ്റെയോ കാമ വികാരത്തിൻ്റെയോ പങ്കിലത ഗർഭസ്ഥ ശിശുവിന് ഹാനികരമാകാതെ യോസേഫ് തീർത്തൊരു സംരക്ഷണ കവചമുണ്ട്. ആ കവചത്തിൻ്റെ പേരാണ് ആദരവിൻ്റെ ആത്മീയം. ദമ്പതികൾ പാലിക്കേണ്ട ആത്മസംയമനം, ഗർഭിണികൾക്ക് അനിവാര്യമായ കനിവിൻ്റെ കരുതൽ, ഗർഭസ്ഥ ശിശു അർഹിക്കുന്ന വിശുദ്ധമായ സ്വാസ്ഥ്യം, ഇവയെല്ലാം ഉറപ്പുവരുത്തുകയാണ് യോസേഫ്. ആദരവിൻ്റെ ആത്മീയം ആവോളം ഘോഷിച്ച വ്യക്തിത്വമാണ് യോസേഫ്. ലോകത്തിൽ ജീവിക്കുന്നവരെ മാത്രമല്ല, ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ജീവനെയും ആദരവോടെ എതിരേൽക്കുന്നതിൻ്റെ പേരാണ് ആത്മീയത. സ്വന്തം ഭാര്യയെ വഴിയിൽ വെച്ച് കണ്ടാൽ പോലും മിണ്ടാത്ത യഹൂദ റബിമാർ, അതാണ് ചരിത്രം. യഹൂദ റബിമാർ സ്വന്തം ഭാര്യയെപ്പോലും ഗൗരവത്തിലെടുക്കാറില്ല. ഭാര്യ ഏതെങ്കിലും അന്യപുരുഷനോട് വെറുതെയെങ്കിലും ഒന്ന് സംസാരിച്ചാൽ പോലും അതിൻ്റെ പേരിൽ വിവാഹമോചനം നേടുവാൻ നിയമത്തിൽ പഴുതുകളുണ്ടായിരുന്ന കാലം, അതായിരുന്നു യഹൂദകാലം. അന്ന് യോസേഫിന് തങ്ങൾ കൂടി വരും മുമ്പ് ഗർഭിണിയായ ഒരു സ്ത്രീയോട് ഒട്ടും കരുണ കാണിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി ഏറ്റെടുക്കുകയാണ്. സർവ്വലോകത്തിനുമുള്ള ദൈവത്തിൻ്റെ സ്നേഹം യേശുവിലൂടെ തൻ്റെ കുടുംബത്തിൽ ദേഹമെടുക്കുന്നു എന്ന് തിരിച്ചറിയാൻ തക്ക വിനയവും വിശുദ്ധിയും വിശ്വാസവും യോസേഫിനുണ്ടായിരുന്നു. ഒരു സ്ത്രീയെ ലോക അപവാദത്തിന് വിട്ടുകൊടുക്കാതെ വീണ്ടെടുത്ത് സംരക്ഷിച്ച് ആദരിച്ച യോസേഫിലൂടെ കൈവരുന്നതാണ് ദൈവരാജ്യത്തിൻ്റെ ആത്മീയത. മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ നമ്മളിങ്ങനെ ആഘോഷിക്കുകയാണ്. നിജസ്ഥിതി അറിയാൻ നമുക്ക് ആർക്കും താല്പര്യമില്ല. അപവാദ പ്രചരണങ്ങൾ മുഴുകാൻ നമ്മളൊക്കെ ആവേശപ്പെടുകയാണ്. എങ്ങനെ ആളുകളെ അപമാനിക്കാം, എങ്ങനെ ആളുകളെ അപഹാസ്യരാക്കാം, അതിനുവേണ്ടിയുള്ള നിരീക്ഷണങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് യോസേഫ് ഒരു മാതൃകാ മനുഷ്യനായി നമ്മുടെ മുൻപിലുള്ളത്. അപമാനത്തിൻ്റെ സാഹചര്യത്തെ ആദരവിൻ്റെ അനുഭവമാക്കി മാറ്റുകയാണ്. ആദരവിൻ്റെ ആത്മീയത. വാക്കുകൾ ഉപസംഹരിക്കട്ടെ. വാക്കുകൊണ്ടും
നോക്കുകൊണ്ടും വിചാരം കൊണ്ട് പോലും അവരനെ അപമാനിക്കാതെ, ദ്രോഹിക്കാതെ, വേദനിപ്പിക്കാതെ നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയുമോ? 15-ാം സങ്കീർത്തനം: യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരുട പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. ദൈവമേ, നിന്റെ കൂടാരത്തിൽ ആരാണ് വസിക്കുന്നത്? മറ്റുള്ളവരെ അപഹസിച്ച് നടക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൂടാരത്തിൽ അവകാശമില്ല. ഏതെങ്കിലും വിധത്തിൽ മറ്റുള്ളവരുടെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന ചിന്ത പോലും ക്രിസ്തു പിറവിക്ക് യോഗ്യമല്ല. കവി പോൾ ക്ലോഡൽ 1934 തൻ്റെ സുഹൃത്തിനൊരു കത്തെഴുതി. ആ കത്തിൽ ഒരു കുടുംബത്തെക്കുറിച്ചാണ് എഴുതിയത്, നസറേത്തിലെ തിരുക്കുടുംബം. എന്നിട്ട് അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: ലോകത്തിൻ്റെ മുഖച്ഛായ മാറ്റി എഴുതിയ 3 പേർ. ലോകത്തിൻ്റെ മുഖച്ഛായ മാറ്റി എഴുതിയ 3 പേർ: യോസേഫ്, മറിയ, യേശു. അതെ, ഒരു കുടുംബത്തിൻ്റെ ചരിത്രം ലോകത്തിൻ്റെ രക്ഷാചരിത്രമായി മാറിയതിൻ്റെ പേരാണ് ക്രിസ്മസ്. ഒരു കുടുംബത്തിൻ്റെ ചരിത്രം ലോകത്തിൻ്റെ രക്ഷാചരിത്രമായി മാറിയ ചരിത്രത്തിൻ്റെ പേരാണ് ക്രിസ്മസ്. ദൈവിക സ്വപ്നങ്ങളുടെ സഹയാത്രികനാകാം. മൗനത്തിൻ്റെ മനോഹരത്വം നമ്മുടെ മാറ്റുകൂട്ടും. ആദരവിൻ്റെ ആത്മീയം ആവോളം നമുക്ക് ഘോഷിക്കാം.